أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين، أما بعد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وارزقنا علما نافعا. منظومة القلائد البرهانية في علم الفرائض എന്ന കിതാബിൻ്റെ മൂന്നാമത്തെ ദർസിലാണ് ഉള്ളത്. കഴിഞ്ഞ 2 ദർസുകളിലായിട്ട് മുഖദ്ദിമ പൂർത്തിയായി. ഇന്ന് ഈ ദർസിൽ ഇൻഷാ അല്ലാഹ് ബാബു അസ്ബാബിൽ ഇർത്ത് കിട്ടാൻ കാരണമാകുന്ന കാര്യങ്ങൾ. അസ്ബാബുൽ ഇർത്ത്, സബബുൻ ജംഅ് അസ്ബാബ്. സബബ് ലുഗതൻ ഒരു വസ്തുവിലേക്ക് എത്തിക്കുന്ന കാര്യമാണ്. കുല്ലുമാ യുതവസ്സലു ബിഹി ഇലാ ഷൈഇൻ മഖ്സൂദിൻ, കുല്ലുമാ യുതവസ്സലു ബിഹി ഇലാ ഷൈഇൻ മഖ്സൂദിൻ, ഉദ്ദേശിക്കപ്പെടുന്ന ഒരു കാര്യത്തിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കുന്ന കാര്യമാണ് സബബ് ലുഗതൻ. അതിന് തെളിവായിട്ട് ഒരു അതേ അർത്ഥത്തിൽ വരുന്ന ഒരായത്ത് സൂറത്തുൽ ഹജ്ജിലെ 15-ാമത്തെ ആയത്ത്, മൻ കാന യദുന്നു അൻ ലൻ യൻസുറഹുല്ലാഹു ഫിദ്ദുനിയ വൽ ആഖിറ ഫല്യംദുദ് ബിസബബിൻ ഇലസ്സമാ. അവിടെ സബബിൻ്റെ അർത്ഥം ബിശൈഇൻ യൂസിലുഹു ഇലസ്സമാ, ആകാശത്തിലേക്ക് എത്തിക്കുന്ന ഒരു കാര്യത്തെ. ഇസ്തിലാഹുൽ ഉസൂലിയീന, ഇനി സബബ് എന്നുള്ളത് ഉസൂലിയങ്ങളുടെ ഇസ്തിലാഹിൽ മാ യൽസമു മിൻ വുജൂദിഹി അൽ വുജൂദ് വമിൻ അദമിഹി അൽ അദം. നമ്മൾ മുമ്പ് ഉസൂലുൽ ഫിഖ്ഹിലൊക്കെ പഠിച്ചതാണ്. മാ യൽസമു മിൻ വുജൂദിഹി അൽ വുജൂദ്, സബബ് അതുണ്ടായാൽ അതിൻ്റെ മുസബബ് എന്ത് ചെയ്യണം? നിർബന്ധമായിട്ട് ഉണ്ടാകണം. അതുപോലെ തന്നെ ഒമിൻ അദമിഹി അൽ അദം, ആ സബബ് ഇല്ലെങ്കിൽ മുസബബ് ഉണ്ടാകൂല. ഷർത്തോ യൽസമു മിൻ അദമിഹി അൽ അദം, അല്ലേ? ഷർത്ത് ഇല്ലെങ്കിൽ ഉണ്ടാകൂല. പക്ഷെ ഷർത്ത് ഉണ്ടായത് കൊണ്ട് മഷ്റൂത്ത് ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല. പക്ഷെ സബബ് അങ്ങനെയല്ല. അതാണ് സബബും ഷർത്തും തമ്മിലുള്ള വ്യത്യാസം. മറ്റെന്താണ്? മാ ലാ യൽസമു മിൻ വുജൂദിഹി അൽ വുജൂദ്, അതാണ് ഷർത്ത്. ഇപ്പം വുളൂ എന്നുള്ളത് നിസ്കാരത്തിൻ്റെ ഷർത്താണ്. അപ്പം വുളൂ ഉണ്ടായത് കൊണ്ട് നിസ്കാരം ഉണ്ടാകണമെന്ന് നിർബന്ധമുണ്ടോ? ഇല്ല. അപ്പം മാ ലാ യൽസമു മിൻ വുജൂദിഹി അൽ വുജൂദ്. ഇനി ഒമിൻ അദമിഹി അൽ അദം, ഷർത്തില്ലെങ്കിൽ മഷ്റൂത്ത് ഉണ്ടാവില്ല, വുളൂ ഇല്ലെങ്കിൽ നിസ്കാരമില്ല. അപ്പം ആ 2-ാമത്തെ ഭാഗത്തിൽ സബബും ഷർത്തും യോജിക്കുന്നു. 1-ാമത്തെ ഭാഗത്തിൽ സബബും ഷർത്തും വ്യത്യാസമാകുന്നു. സബബ് എന്താണ്? മാ യൽസമു മിൻ വുജൂദിഹി അൽ വുജൂദ്. ഷർത്ത് മാ ലാ യൽസമു മിൻ വുജൂദിഹി അൽ വുജൂദ്. ഇപ്പം നിസ്കാരം ഫർളാവുക എന്നുള്ളത് സമയബന്ധിതമാണ്. ഇപ്പം നിസ്കാരത്തിൻ്റെ സമയമായാൽ സബബാണ് നിസ്കാരത്തിൻ്റെ ദുഖൂലുൽ വഖ്ത്, നിസ്കാരത്തിൻ്റെ സബബാണ്. അപ്പം സബബ് ഉണ്ടായാൽ അവിടെ നിസ്കാരം വുജൂബായി, വുജൂബു സ്വലാ. ഇനി സബബില്ലെങ്കിലോ? സമയമായിട്ടില്ല. ഇപ്പോൾ ഇഷാൻ്റെ സമയമായിട്ടില്ല, ദുഖൂലുൽ വഖ്ത് ആയിട്ടില്ല, അതുകൊണ്ട് എന്തില്ല? ഇഷാ ഫർളായിട്ടില്ല. ഇനി ഷർത്തോ അങ്ങനെയല്ല, വുളൂ ഉണ്ടായത് കൊണ്ട് നിസ്കാരം ഉണ്ടാകണമെന്നില്ല. പക്ഷെ 2-ാമത്തെ ഭാഗത്തിൽ രണ്ടും യോജിക്കുന്നു. ഷർത്തില്ലെങ്കിൽ മഷ്റൂത്തില്ല, സബബില്ലെങ്കിൽ മുസബബില്ല. അതാണ് സബബ്. ഇർത്ത് എന്ന് പറഞ്ഞാൽ ഹുവ ഇന്തിഖാലുൽ മാലി മിനൽ മയ്യിത്തിൽ മൗറൂസി ഇലൽ ഹയ്യിൽ വാരിസ്. മരണപ്പെട്ട മുവരിസിൽ നിന്ന് അവൻ്റെ സമ്പത്ത് ജീവിച്ചിരിക്കുന്ന വാരിസിലേക്ക് നീങ്ങുന്നതിനാണ് ഇർത്ത് എന്ന് പറയുക. ഇന്തിഖാലുൽ മാലി മിനൽ മയ്യിത്തി ഇലൽ ഹയ്യ്, മിനൽ മയ്യിത്തിൽ മുവരിസി ഇലൽ ഹയ്യിൽ വാരിസ്, അതാണ് ഇർത്ത്. അപ്പം അസ്ബാബുൽ ഇർത്തി എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ എന്താണ് അർത്ഥം? മരണപ്പെട്ട മുവരിസ്,
ആ മുവദ്ദിസിൻ്റെ സമ്പത്ത്, ആ തെരിക്കത്ത്, അവൻ മാ ബക്കിയ അതാണ് തെരിക്കത്ത്, അവൻ ബാക്കി വെച്ച ആ സമ്പത്ത് അവൻ്റെ വാരിസിലേക്ക് നീങ്ങാനുള്ള സബബുകൾ, കാരണങ്ങൾ എന്തൊക്കെയാണ്, അതാണ് ഈ പാഠത്തിൽ പഠിക്കാൻ പോകുന്നത്. ഇപ്പം ഏതെങ്കിലും ഒരാൾ മരണപ്പെട്ടാൽ ഓൻ്റെ സമ്പത്തിനിലേക്ക് വരുമോ? ഇല്ല. ചില കാരണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് മരണപ്പെട്ട മുവരിസിൻ്റെ സമ്പത്ത് വാരിസിലേക്ക് നീങ്ങുന്നത്. അതാണ് അസ്ബാബുൽ ഇർസി. ബൈത്ത് നോക്കാം നമുക്ക്. വഹിയ സലാസത്തുൻ നിക്കാഹുൻ, ഒരാൾ പാടും. വഹിയ ഐ അസ്ബാബുൽ ഇർസി സലാസത്തുൻ, ഖബർ മുബ്തദി ഖബറും അല്ലേ. വഹിയ എന്ന് പറഞ്ഞാൽ അസ്ബാബുൽ ഇർസി സലാസത്തുൻ. അതിൻ്റെ തഫ്സീലാണ്. അവിടെയൊക്കെ എന്ത് ചെയ്യുക? അഹദുഹ എന്നുള്ളത് മഹ്ദൂഫാക്കാം. അഹദുഹ അതിലൊന്ന് നിക്കാഹുൻ, രണ്ടാമത്തത് വസാനിഹ എന്നും വെക്കാം, വാവ നിക്കാഹിലേക്ക് അത്തുഫ് ആക്കാം. അപ്പം വഹിയ സലാസത്തുൻ, ആ അസ്ബാബുൽ ഇർസ് മൂന്നെണ്ണമാകുന്നു. എന്ത് ചെയ്യുക? വഹിയ എന്നും മഹ്ദൂഫാക്കാം. അവിടെ ഒരു മഹ്ദൂഫിനെ നമ്മൾ മുബത്തദ മഹ്ദൂഫിനെ സങ്കല്പിച്ചാൽ മതി. അഹദുഹ നിക്കാഹുൻ അല്ലെങ്കിൽ വഹിയ നിക്കാഹുൻ. വനസബ് എന്താണ്? വാവ അത്ഫാക്കാം. സുമ്മ വലാഉൻ, അപ്പം അത്ഫിൻ്റെ രണ്ട് എന്താണ് അദാത്താണ് അദ്ദേഹം കൊണ്ടുവന്നത്. ഒന്ന് വാവും രണ്ടാമത്തത് സുമ്മയും. ലൈസ ദൂനഹ സബബുൻ, അപ്പം മൂന്ന് സബബുകൾ പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം പറയാണ് ലൈസ ദൂനഹ സബബുൻ, അഥവാ ലൈസ സബബുൻ ദൂനഹ. ദൂന എന്ന് പറഞ്ഞാൽ സിവാഹ. ദൂന ലർഫാണ്, മൻസൂബാണ്. ഇപ്പം ലൈസ സബബുൻ സിവാഹ എന്നർത്ഥം. ഇപ്പം ലൈസ ദൂനഹ, ഹാ മടങ്ങുന്നത് അസ്ബാബിലേക്ക്, ഈ പറയപ്പെട്ട മൂന്ന് അസ്ബാബിലേക്ക്. ഇതല്ലാത്ത മറ്റൊരു സബബില്ല. ഈ മൂന്നെണ്ണാണ് സബബ്. അദ്ദേഹം ഈ മൂന്നെണ്ണത്തിലേക്ക് മഹ്സൂറാക്കുകയാണ്. പക്ഷെ നമുക്കത് വിശദീകരണത്തിലേക്ക് കടക്കുമ്പോൾ അത് വിശദീകരിക്കാം. അപ്പം ഇവിടെ ഈ ബൈത്ത് ഹല്ലയല്ലേ. ഇനി ഈ ബൈത്തിൽ അദ്ദേഹം പറയാൻ ഉദ്ദേശിക്കുന്നത് ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് അനന്തരം കിട്ടുന്ന സബബുകളാണ്. അത് അദ്ദേഹം മൂന്നെണ്ണത്തിലേക്ക് പരിമിതപ്പെടുത്തി. അദ്ദേഹം നിക്കാഹ് കൊണ്ടാണ് ആരംഭിച്ചത് അല്ലേ. വഹിയ നിക്കാഹുൻ, നിക്കാഹ് കൊണ്ടാണ് ആരംഭിച്ചത്. ഷുറാഹുകളൊക്കെ എന്തുകൊണ്ട് നിക്കാഹ് കൊണ്ട് ആരംഭിച്ചു എന്ന് പറയുമ്പം നിക്കാഹിലൂടെ രണ്ട് വിഭാഗക്കാരും അങ്ങോട്ടും ഇങ്ങോട്ടും അനന്തരം എടുക്കും. സൗജു സൗജത്തിനെടുക്കും, സൗജത്ത് സൗജിനെയും എടുക്കും. അതുകൊണ്ടാണ് അതിനെ മുന്തിച്ചത്. രണ്ടാമത് നസബിനെ പറഞ്ഞു. നസബ് ഒന്നെങ്കിൽ ഒരു ഭാഗത്തു നിന്ന് മാത്രം ഉണ്ടാവും, അല്ലെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും രണ്ട് ഭാഗത്തു നിന്നും ഉണ്ടാവും. എല്ലാ നസബിലൂടെയും കിട്ടിക്കൊള്ളണമെന്നില്ല. മൂന്നാമത്തത് വല, അത് അവസാനമായിട്ടാണ്, അതിൻ്റെ ദറജയും അവസാനമാണ്. അതിൻ്റെ വിശദീകരണത്തിൽ നമുക്ക് തിരിയും. അപ്പോൾ ഒന്നാമത്തത് നിക്കാഹുൻ. നിക്കാഹ് എന്ന് പറയുമ്പോൾ എന്താണ്? അഖ്ദു സൗജിയത്തി അസ്സഹീഹു. പണ്ഡിതന്മാർ നിക്കാഹിൻ്റെ താരീഫ് പറഞ്ഞത് അഖ്ദു സൗജിയത്തി അസ്സഹീഹു, സഹീഹായ വിവാഹബന്ധം. സഹീഹായ വിവാഹബന്ധം എന്ന് പറയുന്നതിലൂടെ എന്തൊക്കെ പുറത്തുപോയി? ബാത്തിലും ഫാസിദുമായ നിക്കാഹ് പുറത്തുപോയി. ഇപ്പം ഫാസിദായ നിക്കാഹിലൂടെയുള്ള ബന്ധത്തിലൂടെ ലാ യതവാറസാൻ, അതുപോലെ തന്നെ ഫാസിദായ നിക്കാഹിലൂടെ ലാ യതവാറസാൻ, രണ്ടാൾക്കാർ എന്തില്ല അനന്തരം എടുക്കൂല. ഇനി നിക്കാഹിലൂടെ, സഹീഹായ നിക്കാഹിലൂടെ അനന്തരം എടുക്കും എന്നതിൻ്റെ തെളിവെന്താണ്? സൂറത്തുൻ നിസാഇന്റെ 12-ാമത്തെ ആയത്താണ്. വലക്കും നിസ്ഫു മാ തറക അസ്വാജുക്കും. അതുപോലെ തന്നെ
വലഹുന്ന റുബുഉ മിമ്മാ തറക്തും. വലഹുന്ന ഐ അസ്വാജ്. ഈ ആയത്താണ് തെളിവ് ഭാര്യഭർത്താക്കന്മാർക്ക് അനന്തരമുണ്ട് എന്നുള്ളതിന്. ഇനി സഹീഹായ നിക്കാഹിലൂടെ മാത്രമേ എന്തേ ഉള്ളൂ, അനന്തരം കിട്ടുള്ളൂ. അപ്പം നമ്മൾ നോക്കണം, ബാത്തിലായ നിക്കാഹ്, ഫാസിദായ നിക്കാഹ്. ഫുഖഹാക്കൾ നിക്കാഹിൻ്റെ വിഷയത്തിൽ ബാത്തിലിനെയും ഫാസിദിനെയും ഫർഖാക്കിയിട്ടുണ്ട്. യുഫർരിഖു ബൈനഹുമ. മറ്റുള്ള ഇപ്പം നിസ്കാരത്തിൻ്റെ വിഷയത്തിൽ ഫാസിദും ബാത്തിലും ഒന്നാണ്, ഒരേ ഹുക്മാണ്. ഇപ്പം ഹാദാ സ്വലാത്തുൻ ബാത്തുല, ഹാദിഹി സ്വലാത്തുൻ ഫാസിദ, ഒരേ ഹുക്മാണ്. ഇപ്പം നിക്കാഹിൻ്റെ വിഷയത്തിൽ ബാത്തിലും ഫാസിദും എന്താണ്, ഫർഖാക്കിയിട്ടുണ്ട്. പണ്ഡിതന്മാർ ഇജ്മാ ഉള്ള വിഷയമാണെങ്കിൽ അത് ബാത്തിലാണ്. അപ്പം ആ നിക്കാഹ് സഹീഹല്ല എന്ന വിഷയത്തിൽ പണ്ഡിതന്മാർ ഇജ്മാ ആയാൽ ആ നിക്കാഹ് എന്താണ്, ബാത്തിലാണ്. പണ്ഡിതന്മാർ ആ നിക്കാഹ് സഹീഹാണോ ഇല്ല എന്ന വിഷയത്തിൽ ഇഖ്തിലാഫായി. ആ ഇഖ്തിലാഫായ ഇതാണ് ഫാസിദ്. അങ്ങനെ രണ്ട് തരത്തായിട്ട് തിരഞ്ഞിട്ടുണ്ട്. ഈ പണ്ഡിതന്മാർ ഇജ്മാ ആയത് ബാത്തിലും ഇഖ്തിലാഫായത് ഫാസിദും. ഉദാഹരണം പറഞ്ഞാൽ, റളാഅത്തിലൂടെയുള്ള സഹോദരന്മാർ പരസ്പരം വിവാഹം കഴിച്ചാൽ ആ വിവാഹം നിക്കാഹിൻ്റെ ഹുക്മ് ബാത്തിലുൻ. കാരണം അജ്മഅ അൽ ഉലമാഉ അലാ തഹ്രീമിഹ അലാ ബുത്ലാനിഹ, ബാത്തിലാണ്. ഇനി വലിയില്ലാതെ ഒരു പെണ്ണ് സ്വയം വിവാഹം കഴിച്ചാൽ, ഇപ്പം വലിയില്ലാതെ ഒരു പെണ്ണ് വിവാഹം കഴിക്കുക എന്നുള്ളത് പണ്ഡിതന്മാർക്കുള്ളിൽ ഇഖ്തിലാഫുണ്ട്. ഒരു വിഭാഗം പണ്ഡിതന്മാർ പറ്റൂല എന്ന് പറഞ്ഞു, ലാ നിക്കാഹ ഇല്ലാ ബി വലിയിൻ എന്ന ഹദീത്ത് പ്രകാരം വലിയില്ലാതെ നിക്കാഹില്ല. മറുവിഭാഗം പണ്ഡിതന്മാർ പറഞ്ഞു, പ്രായപൂർത്തിയും അതേപോലെ തന്നെ ആഖിലത്തുമായ ഒരു പെണ്ണ്, ബാലിഗത്തും ആഖിലത്തുമായ ഒരു പെണ്ണ് തസറുഫിന് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ആളാണ്, അതുകൊണ്ട് അവൾക്ക് സ്വയം വിവാഹം കഴിക്കാൻ അധികാരമുണ്ട്. അങ്ങനെ പണ്ഡിതന്മാർ ഇഖ്തിലാഫായി. അപ്പം ആ ഇഖ്തിലാഫായ വിഷയത്തിൽ ഒരാൾ നിക്കാഹിൻ്റെ ഹുക്മെന്ത് ഫുഖഹാക്കൾ എന്ത് പറയും, ഫാസിദ് എന്ന് പറയും. അപ്പം വറാസത്തിൻ്റെ വിഷയത്തിൽ നിക്കാഹ് സഹീഹാണെങ്കിൽ മാത്രമേ അനന്തരം കിട്ടുകയുള്ളൂ. അതാണ് അഖ്ദു സൗജിയ്യത്തി അസ്സഹീഹു എന്ന് പറഞ്ഞത്. ഇനി ഈ നിക്കാഹിൻ്റെ വിഷയത്തിൽ നമുക്ക് അടുത്തൊരു മസാല വരിക മുത്തല്ലഖത്തിൻ്റെ മസാലയാണ്. നിക്കാഹിൻ്റെ ബന്ധം ഇല്ലാതാകുന്നത് ത്വലാഖിലൂടെയാണ്. ത്വലാഖ് രണ്ട് രീതിയിലാണ്. ത്വലാഖു റജ്ഇ ഉണ്ട്, മുത്തല്ലഖത്തു റജ്ഇ ഉണ്ട്, ത്വലാഖും ബാഇനുണ്ട്. അപ്പം റജ്ഇയ്യത്തായ ത്വലാഖാണെങ്കിൽ അഥവാ ആദ്യത്തെ രണ്ട് ത്വലാഖാണെങ്കിൽ ഇദ്ദയിലാകുന്ന സമയം അവൾ സൗജത്തിൻ്റെ ഹുക്കുമിലാണ്. വബുഊലതുഹുന്ന അഹഖു ബിറദ്ദിഹിൻ, അല്ല അവരെ തിരിച്ചെടുക്കാൻ ഏറ്റവും യോജിച്ചതാരാണ്, ബുഊലതുഹുന്ന അവരുടെ ഭർത്താക്കന്മാരാണ്. അപ്പം അള്ളാഹു അവിടെ ഭർത്താക്കന്മാരെന്ന വാക്കാണ് ഉപയോഗിച്ചത്, ബുഊലതുഹുൻ അവരുടെ ഭർത്താക്കന്മാർ. അപ്പം ഇദ്ദ കഴിയുന്നത് വരെ അവർ സൗജത്തിൻ്റെ ഹുക്കുമിലാണ്. അപ്പം റജ്ഇയ്യത്താണെങ്കിൽ ഇദ്ദ കഴിയുന്നതിൻ്റെ മുമ്പാണ് അദ്ദേഹം മരണപ്പെട്ടതെങ്കിൽ അനന്തരം എടുക്കും എന്നുള്ളതാണ്. ഇദ്ദ കഴിഞ്ഞാൽ പിന്നെ ഇല്ല. രണ്ടാമത്തേത് ത്വലാഖും ബാഇൻ. ത്വലാഖും ബാഇനിൽ ഇദ്ദയിൽ അഥവാ മൂന്നാമത്തെ ത്വലാഖ് ഇദ്ദയിലാണെങ്കിലും അല്ലെങ്കിലും എന്തില്ല, അനന്തരം എടുക്കുകയില്ല. തുഹുമത്തുണ്ടെങ്കിൽ ഒഴികെ. മരണശയ്യയിൽ കിടക്കുന്ന ഭർത്താവ് ആ സമയത്തൊരു ത്വലാഖിൻ്റെ ആവശ്യം വരുന്നില്ല, പക്ഷെ ഇദ്ദേഹം ആ സമയത്ത് ത്വലാഖ് ചെയ്തു. അവൾ ഇദ്ദയിലാണ്, അല്ലെങ്കിൽ ഇദ്ദയ്ക്ക് ശേഷം ഇദ്ദേഹം മരണപ്പെട്ടു. അപ്പം അവിടെ ഒരു തുഹുമത്ത് ബാക്കിയുണ്ട്. ഇദ്ദേഹം ത്വലാഖ് ചെയ്തത് ആ പെണ്ണിനെ ഇദ്ദേഹത്തിൻ്റെ വറാസത്തിൽ നിന്നും മഹ്റൂമാക്കാൻ വേണ്ടിയിട്ടാണ്, കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ത്വലാഖ് ചെയ്തത് എന്നൊരു തുഹുമത്തുണ്ടെങ്കിൽ, ആരോപണമുണ്ടെങ്കിൽ ഫുഖഹാക്കളുടെ അഭിപ്രായം അവൾക്ക് അനന്തരം കിട്ടുമെന്നുള്ളതാണ്. മൻ തഅജ്ജല ഖബ്ല അവാനിഹി ഊഖിബ ബിഹിർമാൻ. അദ്ദേഹം ആ പെണ്ണിനെ ഇർത്തിൽ നിന്ന് തടയാൻ വേണ്ടിയിട്ടാണ് ത്വലാഖ് ചെയ്തത്. അങ്ങനത്തെ ഒരു ആരോപണമുണ്ടെങ്കിൽ, അങ്ങനത്തെ ആരോപണമൊന്നും ഇല്ലെങ്കിൽ ത്വലാഖ് ബായിനാണെങ്കിൽ ഇദ്ദയിലാണെങ്കിലും ഇദ്ദ കഴിഞ്ഞാലും എന്തില്ല, വറാസത്ത് എടുക്കൂല എന്നുള്ളതാണ്. ഇനി റജ്ഇയ്യായ ത്വലാഖിലാണെങ്കിൽ, റജ്ഇയ്യായ ത്വലാഖിൽ
അവളുടെ ഇദ്ദ കഴിഞ്ഞ് അവൾ വേറൊരു വിവാഹം കഴിക്കുന്നത് വരെ ഹംബലി മദ്ഹബിൻ്റെ അഭിപ്രായ പ്രകാരം വേറൊരു വിവാഹം കഴിച്ചാൽ അനന്തരം കിട്ടൂല. കാരണം അതിൻ്റെ ഇല്ലത്ത് പറയുന്നത് വേറൊരു വിവാഹം കഴിച്ചിട്ട് എന്താണ് കിട്ടുമെന്ന് പറഞ്ഞാൽ അത് രണ്ട് ഭർത്താക്കന്മാരിൽ നിന്ന് അനന്തരം കിട്ടുന്നത് പോലെയായി. ഒന്ന് മുമ്പേ മരണപ്പെട്ട ഭർത്താവിൻ്റെതും ഇപ്പം ജീവിച്ചിരിക്കുന്ന ഭർത്താവുണ്ടല്ലോ, അവർ മരിച്ചാൽ അവർക്കും കിട്ടും. അപ്പോൾ രണ്ട് ഭർത്താക്കന്മാരുടെ അനന്തരം എടുക്കുന്ന പെണ്ണ് എന്ന രീതിയിൽ വരും, അതുണ്ടാകാൻ പറ്റൂല. അതുപോലെ തന്നെ ആ പെണ്ണ് വേറെ വിവാഹം കഴിച്ചാൽ ആദ്യത്തെ ഭർത്താവിൽ നിന്ന് പൂർണ്ണമായിട്ടും ബന്ധം വിച്ഛേദിച്ചു, യാതൊരു ബന്ധവും ഇല്ല. അതുകൊണ്ട് വേറൊരു വിവാഹം കഴിച്ചാൽ കിട്ടൂല എന്നുള്ളതാണ് ഹംബലി മദ്ഹബിലെ അഭിപ്രായം. അതാണ് സഹിഹായി പറയപ്പെടുന്നത്. രണ്ടാമത്തത് അതാണ് ഒന്ന് നിക്കാഹ്, അല്ലേ, നിക്കാഹ് ബന്ധം. രണ്ടാമത്തത് വനസബുൻ, നസബ് എന്താ, കുടുംബ ബന്ധം. അൽ ഖറാബ, കുടുംബ ബന്ധം. അൽ ഇത്തിസാലു ബൈന ഇൻസാനൈനി, രണ്ട് മനുഷ്യന്മാർക്കിടയിലുള്ള ബന്ധമാണ്. ബിസബബിൽ വിലാദത്തി, കുടുംബബന്ധം എങ്ങനെ ഉണ്ടാവുക? വിലാദത്ത് കാരണമായിട്ടാണ് കുടുംബബന്ധം ഉണ്ടാവുക, പ്രസവത്തിലൂടെയുള്ള ബന്ധം. അത് ഖരീബായിരിക്കാം, ബഈദായിരിക്കാം, ചിലപ്പോൾ അടുത്ത ബന്ധമായിരിക്കും, ചിലപ്പം വിദൂരമായ ബന്ധമായിരിക്കും. എന്നാലും ഈ ഖറാബത്ത് ഉണ്ടാകാനുള്ള സബബ് എന്താണ്? വിലാദത്താണ്. നമുക്ക് ഈ ഖറാബത്ത്, കുടുംബ ബന്ധത്തെ അനന്തരം കിട്ടുന്ന, ഓഹരി കിട്ടുന്ന രീതിയിൽ വെച്ചിട്ട് മൂന്നായി വിഭജിക്കാൻ പറ്റും. ഒന്ന് ഉസൂല്, രണ്ട് ഫുറൂഅ്, മൂന്ന് അൽ ഹവാഷി. മൂന്നായിട്ട് തരംതിരിക്കാൻ പറ്റും. ഉസൂല് എന്നുള്ളത് ഖുർആനിൽ അല്ലാഹ് പറയാണ്, വലി അബവൈഹി ലികുല്ലി വാഹിദിൻ മിൻഹുമാ അസ്സുദുസു. വലി അബവൈഹി, മാതാപിതാക്കൾ, അവരില്ലെങ്കിൽ അവരുടെ ജദ്ദ് ജദ്ദത്ത്, അവരില്ലെങ്കിൽ ജദ്ദ് ജദ്ദത്ത്, അങ്ങനെ മുകളിലോട്ട് എത്രയും പോകും. അപ്പോൾ ഉസൂൽ എന്ന് പറഞ്ഞാലാണ് ഈ മയ്യത്ത് ആരിലേക്കാണോ ചേർക്കപ്പെടുന്നത് അവരാണ് അൽ ഉസൂൽ. ഒരു വ്യക്തിയെ ആരിലേക്കാണോ ചേർക്കപ്പെടുന്നത് അവരാണ് അൽ ഉസൂൽ. രണ്ടാമത്തെ വിഭാഗം അൽ ഫുറൂഅ്. ഈ ഉസൂൽ ആരൊക്കെപ്പെടുക? അബ്, ഉമ്മ്, അബുൽ അബ്, ഉമ്മുൽ അബ്, അതുപോലെ തന്നെ ഉമ്മുൽ ഉമ്മ്, അവിടെ നിന്ന് അങ്ങോട്ട് മുകളിലോട്ട് ഇങ്ങനെ പോകും. രണ്ടാമത്തെ വിഭാഗം അൽ ഫുറൂഉ. ഫുറൂഉ എന്ന് പറഞ്ഞാൽ ഈ മയ്യത്തിലേക്ക് ആരൊക്കെയാണോ ചേർക്കപ്പെടുന്നത് അവരാണ് അൽ ഫുറൂഉ. മയ്യത്തിലേക്ക് ചേർക്കപ്പെടുന്ന ആൾക്കാർ. മയ്യത്തിലേക്ക് ചേർക്കപ്പെടുന്ന ആരാണ്? അൽ ഇബിൻ വൽ ബിന്ത്, ഇബിനുൽ ഇബിൻ, ബിന്തുൽ ഇബിൻ, അങ്ങനെ താഴോട്ട് ഇങ്ങനെ പോകും. ബിന്ത് അവിടെ നിൽക്കും. അപ്പോൾ ഇവരാണ് അൽ ഫുറൂഉ. മൂന്നാമത്തത് അൽ ഹവാഷി. ഈ ഫുറൂഇന് കിട്ടുന്ന തെളിവ് എന്താ? സൂറത്തു നിസാന്റെ ആയത്ത് തന്നെയാണ്, യൂസിക്കുമുല്ലാഹു ഫി ഔലാദിക്കും. ഔലാദിക്കും എന്നതിൽ ആരൊക്കെ പെട്ടു? അൽ ഇബ്നു വൽ ബിന്ത്, രണ്ടും പെട്ടു. മൂന്നാമത്തെ വിഭാഗം അൽ ഹവാഷി. ഹവാഷി എന്ന് പറഞ്ഞാൽ ഈ മയ്യത്ത് ആരിലേക്കാണോ ചേർക്കപ്പെടുന്നത് അവരിലേക്ക് ചേർക്കപ്പെടുന്ന ആൾ. അപ്പോൾ മയ്യത്തിൻ്റെ ഉപ്പയിലേക്കും മയ്യത്തിൻ്റെ ജദ്ദിലേക്കും ചേർക്കപ്പെടുന്ന ആൾക്കാർക്കാണ് ഹവാഷി എന്ന് പറയാം. മയ്യത്തിൻ്റെ അബിലേക്കും ജദ്ദിലേക്കും ചേർക്കപ്പെടുന്ന ആൾ. അബിലേക്ക് ചേർക്കപ്പെടുമ്പം ആരൊക്കെ വന്നു? അബും ഉമ്മും, അഥവാ ഷഖീഖ്, അബ്നാഉ ഷഖീഖ്, ഷഖീഖിൻ്റെ മക്കൾ. അൽ ഇഖ്വത്തു മിനൽ അബ്, ഉപ്പയൊത്ത സഹോദരന്മാർ. അബ്നാഉ ഇഖ്വത്തു മിനൽ അബ്, ഉപ്പയൊത്ത സഹോദരന്മാരുടെ ആ മക്കൾ. പിന്നെ ഔലാദുൽ ഉമ്മ, ഉമ്മയുടെ മക്കൾ. ഈ മൂന്ന് വിഭാഗം മയ്യത്തിൻ്റെ അബിലേക്കും ഉമ്മിലേക്കും ചേർക്കപ്പെടും. ഇനി മയ്യത്തിൻ്റെ അജ്ദാദിലേക്ക് ചേർക്കപ്പെടുന്ന ആൾക്കാരാരാ? അമ്മ്, അപ്പോൾ മയ്യത്തിൻ്റെ ഉപ്പാൻ്റെ സഹോദരൻ. മയ്യത്തിൻ്റെ ജദ്ദിലേക്കല്ല ചേർക്കപ്പെടുക, മയ്യത്തിൻ്റെ ഉപ്പാൻ്റെ സഹോദരൻ അമ്മ്. അമ്മു രണ്ട് രീതിയിലുണ്ട്. അമ്മുൻ ഷഖീഖ്, അമ്മുൽ അബ്. ഉപ്പാൻ്റെ ഷഖീഖാണ് അമ്മുൻ ഷഖീഖ്. ഉപ്പയുടെ അഹുൽ അബ്, അമ്മുൽ അബ്. അവർ രണ്ടാൾക്കാരുടെയും ആ മക്കൾ.
അവരുടെ ആമക്കളും. തിരിഞ്ഞ അപ്പോൾ ഇവരാണ് അൽ ഹവാഷി. ഈ 3 വിഭാഗക്കാരാണ് നമ്മുടെ അനന്തരമെടുക്കുക നമ്മുടെ ചുറ്റും ഉണ്ടാവും. ഈ നസബ് എന്ന ബന്ധത്തിലൂടെ അനന്തരമെടുക്കുന്നവർ ഇപ്പോൾ 2 വിഭാഗമായി. 2 കാരണങ്ങളിലൂടെ അനന്തരമെടുക്കുന്ന വിഭാഗക്കാരായി. ഒന്ന് നിക്കാഹ് അസ്സൗജാൻ, പിന്നെ അന്നസബ് അൽ ഉസൂൽ അൽ ഫുറൂ അൽ ഹവാഷി. അടുത്തത് അൽ വലാ സുമ്മൽ വലാ. വലാ എന്നുള്ളത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ ആയിഷ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞ വാക്കാണ്, ഇന്നമൽ വലാഉ ലിമൻ അഅതഖ. വലാഇൻ്റെ അവകാശം അടിമയെ മോചിപ്പിച്ച ആൾക്കാണ്. വലാ എന്നുള്ളത് അടിമയും ഉടമയും തമ്മിലൊരു ബന്ധത്തിനാണ് പറയുക. ഇപ്പം ഒരാൾക്കൊരടിമയുണ്ട്, ആ അടിമ ആയിരിക്കുന്ന അവസ്ഥയിൽ ആ അടിമയും ഉടമയും തമ്മിലുള്ള ബന്ധത്തിനാണ് നമ്മൾ എന്ത് പറയുക? അടിമ ഉടമ ബന്ധം. കാരണം ആ ഉടമസ്ഥൻ, ആ യജമാനൻ ആ അടിമയെ മോചിപ്പിച്ചതിന് ശേഷം ആ മുൻ അടിമയും യജമാനും തമ്മിലുള്ള ബന്ധത്തിനാണ് വലാ ബന്ധം എന്ന് പറയാം. അപ്പോൾ ആ വലാഇൻ്റെ ബന്ധം ആർക്കാണ് കിട്ടുക? മൻ ബാശറൽ ഇത്ഖ. ആരാണോ അടിമയെ മോചിപ്പിച്ചത് അവനാണ്. മോചിപ്പിക്കാൻ കാരണക്കാരനായവനല്ല, അതിൻ്റെ ഇത്തുകാരനവനല്ല, അതിന് സാക്ഷിയാവനല്ല, മറിച്ച് ആരാണോ അടിമയെ മോചിപ്പിക്കുന്നത്, ഇത്ഖ് നടത്തുന്നത്, അവനിക്കാണ് വലാഇൻ്റെ അധികാരം കിട്ടുക. മറ്റൊരു ഹദീസിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ വലാഉ ലുഹ്മത്തുൻ കലുഹ്മത്തിൻ നസബ്. ലുഹ്മത്ത് എന്ന് പറഞ്ഞാൽ കുടുംബബന്ധം. വലായിലൂടെയുള്ള കുടുംബബന്ധം നസബിലൂടെയുള്ള കുടുംബബന്ധം പോലെയാണ്. അതൊരു ബന്ധമാണ്, ഇസ്ലാം നിശ്ചയിക്കുന്ന ഒരു ബന്ധമാണ്. ആ വലായിലൂടെ കിട്ടുന്നത് ആർക്കാണ്? അനന്തരം എടുക്കുന്നത് ആരാണ്? അൽ മുഅ്തിഖ്, അടിമയെ മോചിപ്പിച്ച ആളാണ്. അതിന് മോചിപ്പിച്ച ആൾ ജീവിച്ചിരിക്കുന്നില്ലെങ്കിൽ അത് ആർക്ക് പോകും? അസബാതിഹി, അവൻ്റെ അസബക്കാരിലേക്ക്. അസബത്തും ബിൻ നഫ്സ്. പക്ഷേ അസബക്കാർ 3 രീതിയിലുണ്ട്. നമ്മളെന്ത് ചെയ്യും? അസബൻ്റെ അവിടെ എത്തുമ്പോൾ വിശദീകരിക്കും. അസബത്തും ബിൻ നഫ്സ്, അസബത്തും ബിൽ ഗൈർ, അസബത്തുൻ മഅൽ ഗൈർ. ഇവിടെ അസബത്തും ബിൻ നഫ്സായ ആൾക്കാർക്കാണ് എന്ത് ചെയ്യുക? പോവുക. മുഅ്തിഖിൻ്റെ അസബത്തും ബിൻ നഫ്സ് അതാരൊക്കെയാണ്? അൽ ഇബ്നു, ഇബ്നുൽ ഇബ്നി, അൽ അബു വൽ ജദ്ദു വൽ അമ്മു, ഇബ്നുൽ അം വശഖീഖ്, അഖുൽ ലിഅബ്, ഇബ്നു ഷഖീഖ്, ഇബ്നു അഖിൽ ലിഅബ്. ഇല്ല, അതുപോലെ തന്നെ അമ്മുൻ ഷഖീഖ്, അമ്മുൽ മിനൽ അഖ് മിനൽ അബ്, അതുപോലെ തന്നെ ഇബ്നു അമ്മിൻ ഷഖീഖ്, ഇബ്നു അമ്മിൻ ലി അഖ്. ഇത്ര ആൾക്കാരാണ് അസബത്തും ബിൻ നഫ്സ്. അപ്പം അവരിലേക്കാണ് പോവുക. പക്ഷെ അതെന്ത് ചെയ്യും? അത് അസബയുടെ ഭാഗത്തുമ്പം ആ ദർജയും ഖുവ്വത്തൊക്കെ അനുസരിച്ച് നമ്മൾ ആർക്കാണ് കിട്ടുക എന്നുള്ളത് വിശദീകരിക്കും. അപ്പം ഈ പദ്യത്തിൽ അദ്ദേഹം 3 അസ്ബാബുകളാണ് പറയുന്നത്. 3 ബന്ധം നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ ഈ 3 എണ്ണമാണ് മുജ്മഉൻ അലൈഹ, ഇജ്മാ ഉള്ള 3 അസ്ബാബുകളാണ്. ഇതല്ലാത്ത മറ്റുള്ള ചില സബബുകളുണ്ട്. അതെന്താണ്? മുഖ്തലഫുൻ ഫീഹിയാണ്. പക്ഷെ ഇദ്ദേഹം ഹസർ ചെയ്തിട്ടാണ് പറയുന്നത് ഈ 3 എണ്ണേ ഉള്ളൂ. അതുപോലെ തന്നെ റഹബിയയിലും ഈ 3 എണ്ണത്തിനെ ഹസർ ചെയ്ത് പറയുന്നു. എന്താണ്? ഇതല്ലാത്ത മറ്റുള്ള സബബുകളുമുണ്ട്. പക്ഷെ എന്താണ്? മുഖ്തലഫുൻ ഫീഹിയാണ്. ഏതൊക്കെ? ഒന്ന് ഉദാഹരണത്തിന് അൽ ലഖീത്ത്. ലഖീത്ത് ഒരു സബബാണ്, മുഖ്തലഫുൻ ഫീഹിയായ സബബാണ്. ലഖീത്ത് എന്ന് പറഞ്ഞാൽ ഒരു കുട്ടിയെ കളഞ്ഞു കിട്ടുന്നു, ആ കുട്ടിയെ വളർത്തുന്നു, പിന്നെ അവരിലൂടെ ഉണ്ടാകുന്ന മരണപ്പെട്ടതിന് ശേഷം അവർക്കുണ്ടാകുന്ന ബന്ധം ലഖീത്ത് ബന്ധം. അതുപോലെ തന്നെ അതൊക്കെ ഇഖ്തിലാഫും മുഖ്തലഫും ഫീഹിയായ ഇതാണ്. രണ്ടാമത്തത് വ്യഭിചാരത്തിലൂടെ ഉണ്ടായ കുട്ടി ഉമ്മാക്ക്, വ്യഭിചാരത്തിലൂടെ ഉണ്ടായ കുട്ടിക്ക് അനന്തരം എടുക്കും. ആരാണ് എടുക്കുക അനന്തരം? ഉമ്മയാണ് എടുക്കുക. ഉപ്പാക്ക് അനന്തരം കിട്ടൂല. കാരണം എന്താണ്? അഖ്ദുൻ സഹീഹല്ല, അവിടെ ഉപ്പയിലേക്ക് ചേർക്കപ്പെടൂല, ഉമ്മയിലേക്ക് ചേർക്കപ്പെടും. സിനയിലൂടെയുള്ള കുട്ടി ഉമ്മയിലേക്കാണ് ചേർക്കപ്പെടുക. അതിൻ്റെ സ്വത്ത് ഉമ്മയാണ് എടുക്കുക. ഒരു ഹദീസിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇമാം അഹ്മദ്, അബൂദാവൂദ് അവരൊക്കെ ഉദ്ധരിക്കുന്ന ഹദീസാണ്, തഹൂസുൽ മർഅതു 3 മവാരീഥ.
3 അനന്തരം സ്ത്രീകളെടുക്കും. ഒന്ന് അതീഖഹ, അവൾ മോചിപ്പിച്ച, അവൾ മുഅ്തിഖത്താണെങ്കിൽ അതീഖിൻ്റെ അനന്തരം. ലഖീതഹ, അതുപോലെ തന്നെ അവൾക്ക് ലഖീത്ത് വീണ് കിട്ടിയ കുട്ടിയുടെ എടുക്കും. അതുപോലെ തന്നെ വവലദഹ അല്ലദീ ലാഅനത അലൈഹി, നമ്മൾ പഠിച്ചു മുലാഅനത്ത്, സൂറത്ത് നൂറിൻ്റെ ആദ്യ ഭാഗത്ത് നമ്മൾ പഠിച്ചു മുലാഅനത്ത്. ഒരാൾ തൻ്റെ ഭാര്യയെ വ്യഭിചാരാരോപണം നടത്തിയാൽ ഭാര്യ അംഗീകരിച്ചില്ലെങ്കിൽ, അദ്ദേഹത്തിൻ്റെ അടുക്കൽ 4 സാക്ഷികളില്ലെങ്കിൽ ഹാക്കിമിൻ്റെ അടുക്കൽ അദ്ദേഹം മുലാഅനത്ത് ചെയ്യണം. മുലാഅനത്ത് എന്ന് പറഞ്ഞാൽ 4 പ്രാവശ്യം സത്യം ചെയ്ത് പറയും, അള്ളാഹുവിൻ്റെ പേരിൽ സത്യം ചെയ്തിട്ട് ഇവള് കളവാണ് പറയുന്നത്. 5-ാമത്തെ പ്രാവശ്യം ഇനി ഞാനാണ് കളവ് പറയുന്നതെങ്കിൽ അള്ളാഹുവിൻ്റെ ലഅനത്ത് എനിക്കുണ്ടാകട്ടെ എന്ന് പറയും. അതാണ് മുലാഅനത്ത്. അപ്പോൾ പെണ്ണിന് എന്ത് ചെയ്യാം? അപ്പോൾ പെണ്ണിന് ശിക്ഷ വിധിക്കും. ഇനി പെണ്ണും മുലാഅനത്ത് ചെയ്താലോ ആ ശിക്ഷ ഹദ് നടപ്പാക്കപ്പെടൂല. പക്ഷെ ആ മുലാഅനത്തിലൂടെ 2 ആൾക്കാർക്കും ഇടയിൽ എന്ത് ചെയ്യും? വേർതിരിക്കപ്പെടും. പിന്നെ ഒരിക്കലും വിവാഹം കഴിക്കാൻ പറ്റൂല. അബദൻ എന്താണ്? മുഹറമാവും. ആ പെണ്ണും 4 പ്രാവശ്യം എന്ത് ചെയ്യും? ലഅനത്ത് ചെയ്യും. എന്ത്? ഇവൻ പറയുന്നത് കളവാണ് എന്ന് 4 പ്രാവശ്യം. 5-ാമത്തെ പ്രാവശ്യം ഇവൻ പറയുന്നത് സത്യമാണെങ്കിൽ അള്ളാഹുവിൻ്റെ ഗളബ് എനിക്കുണ്ടാകട്ടെ. അതിൽ ആ കുട്ടിയെ നിഷേധിച്ചാൽ ആ കുട്ടി ആരിലേക്ക് ചേർക്കപ്പെടൂല? ആ മുലാഅനത്ത് ചെയ്ത ഉപ്പയിലേക്ക് ചേർക്കപ്പെടൂല. പക്ഷെ ഉമ്മയിലേക്ക് എന്ത് ചെയ്യും? ചേർക്കപ്പെടും. ആ ഉമ്മക്കാണ് ആ കുട്ടിയുടെ മുഴുവൻ സ്വത്തിനും ആരവകാശപ്പെടും? ഉമ്മ. അപ്പോൾ ഇതൊക്കെ എന്താണ്? ഒരു സബബാണ്. മുലാഅനത്തിലൂടെയുള്ള കുട്ടി, ലഖീത്ത്, അതൊക്കെ മുഖ്തലഫും ഫീഹി ആയ ഇതാണ്. അതുപോലെ തന്നെ ബൈത്തുൽ മാൽ, ബൈത്തുൽ മാലും വിഷയത്തിൽ ഇഖ്തിലാഫുണ്ട്. അപ്പം ഇതൊക്കെ ഇഖ്തിലാഫായ അസ്ബാബുകളാണ്. ഈ ബൈത്തിൽ അദ്ദേഹം 3 എണ്ണത്തിൽ ഹസ്ർ ചെയ്തു, അവ മുജ്മഉൻ അലൈഹിയായ 3 അസ്ബാബുകൾ. പിന്നെ ജാഹിലിയ കാലത്തിൽ വേറെ കുറേ രീതിയിൽ മുആഖദത്ത്, മുവാലാത്ത്, മുഹാലഫത്ത് ഇതൊക്കെ നടമാടിയിരുന്നു ജാഹിലിയ കാലത്തിൽ. അതൊക്കെ ഒരു സബബായിട്ട് അവർ കണ്ടിരുന്നു. പക്ഷേ ഇദ്ദേഹം മുഅല്ലിഫ് റഹിമഹുല്ല ഹസ്ർ ചെയ്ത് പറഞ്ഞു എന്ത്? ഈ അസ്ബാബുൽ ഇർത്ത് 3 എണ്ണാണ്. വമാ സിവാഹ ലൈസ ബിസബബിൻ, അദ്ദേഹം എടുത്തു പറഞ്ഞു. വഹാദ ഹുവ അൽ മുജ്മഉ അലൈഹി. പക്ഷെ മുഖ്തലഫും ഫീഹി ആയതെന്താണ്? അത് നമ്മൾ അതിൻ്റെ ദലീലിലേക്ക് മടങ്ങി, ദലീൽ സ്ഥിരപ്പെട്ടാൽ അത് അസ്ബാബായി സ്ഥിരപ്പെടും. അതിൻ്റെ ദലീലിന് ഖുവത്തില്ലെങ്കിൽ, അതിൽ ഹുജ്ജത്തിന് പറ്റുന്നില്ലെങ്കിൽ അത് അസ്ബാബായി സ്ഥിരപ്പെടുകയില്ല. പക്ഷേ ഈ 3 എണ്ണം എന്താണ്? ഖുർആൻ കൊണ്ടും ഹദീസ് കൊണ്ടും ഇജ്മാ കൊണ്ടും സ്ഥിരപ്പെട്ടതാണ്. അതാണ് ഈ ബൈത്തിൽ അദ്ദേഹം വിശദീകരിക്കുന്നത്. അഥവാ ഒരാളിൽ നിന്നും, മരണപ്പെട്ട മുവരിത്തിൽ നിന്നും ജീവിച്ചിരിക്കുന്ന വാരിസ് അനന്തരമെടുക്കാനുള്ള 3 കാരണങ്ങൾ എന്താണ്? വഹിയ സലാസത്തുൻ, അത് 3 എണ്ണമാണ്. നിക്കാഹുൻ വ നസബുൻ സുമ്മ വലാഉൻ, 3 എണ്ണം. വലൈസ ദൂനഹ സബബുൻ, ഐ ലൈസ സബബുൻ സിവാഹ, ഇതല്ലാത്ത മറ്റൊരു കാരണം ഇല്ല എന്ന് അദ്ദേഹം ഹസ്ർ ചെയ്തതോടുകൂടി. അപ്പോൾ ഇതാണ് ഈ ബൈത്തിൽ പഠിക്കാനുള്ളത്. ഇതോടുകൂടി 19 ബൈത്ത് നമ്മൾ പൂർത്തിയാക്കി. ഇൻഷാ അല്ലാഹ് ബൈത്ത് മുഴുവൻ ഹിഫ്ളാക്കണം. അടുത്ത ദർസിൽ എന്ത് ചെയ്യണം? അത് ചൊല്ലിത്തരവും വേണം. എന്നിട്ട് എന്ത് ചെയ്യാം? ശുറൂത്തിലേക്കും മവാനിയിലേക്കൊക്കെ കിടക്കാം ഇൻഷാ അല്ലാഹ്. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.